കൂടിക്കാഴ്ചയെയും ദാമ്പത്യ ജീവിതത്തെയും ഒട്ടും ഗൗരവമില്ലാതെ കാണുകയും നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ വിവാഹ ജീവിതം വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ വിവാഹ മോചനങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു തലമുറയുടെ കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. തൻ്റെ ജീവിത പങ്കാളിയെ രോഗാവസ്ഥയിലും ഏത് ദുരിതങ്ങളിലും കൈവിട്ട് കളയാതെ ഒപ്പം ചേർത്ത കാഞ്ചിയാർ ഇടവകയിലെ കണയമ്മകൽ സജിയോടും കുടുംബത്തോടും ഒപ്പമാണ് ഇപ്പോൾ ക്ഷണിക്കാനുള്ളത്. അവരുടെ ജീവിതാനുഭവങ്ങൾ, അവരുടെ ദൈവാശ്രയത്വം നമുക്ക് അവരോട് ചോദിച്ചറിയാം. സജി, സ്വീകരിക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ കുടുംബ കോടതികളിലേക്ക് പോകുന്ന കുടുംബജീവിതങ്ങളാണ് ഏറെ ഉള്ളത്. സജിയുടെ വിവാഹം എന്നായിരുന്നു? ഞങ്ങളുടെ 1995 ഒക്ടോബർ 23. എത്ര കുട്ടികളുണ്ട്? 3 ആൺകുട്ടികളാണ്. 3 കുട്ടികളും ചെറുപ്പമായിരുന്നപ്പോഴാണ് ജീവിത പങ്കാളിക്ക് ഒരു രോഗമുണ്ടായത് അല്ലേ? അതെ. എന്തായിരുന്നു അസുഖം? ഇത് ആർത്രൈറ്റിസ് ആണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ആമവാദം, അതിലൊരു കൂടിയ വാദമാണ്. അതെങ്ങനെ ഒരു പെട്ടെന്നുണ്ടായതോ? അത് ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കൈക്ക് വേദനയാന്ന് പറഞ്ഞു, കൈയുടെ പത്തിയുടെ മുകളിൽ. അപ്പം ഞങ്ങൾക്ക് അന്ന് ആടുകളൊക്കെ ഉണ്ടായിരുന്നു, ആട് കൃഷി. ഞങ്ങൾ രണ്ടുപേരും കൃഷി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. എന്ന് പറഞ്ഞാൽ കപ്പ കൃഷി, എല്ലാം അധ്വാനിക്കുന്ന രണ്ടുപേരും നല്ല ആക്റ്റീവായിട്ട് കൃഷിയിലുണ്ടായിരുന്നു. അപ്പം ജീവിത പങ്കാളിയാണേലും വീട്ടിലെ ജോലിയൊക്കെ ശേഷം എൻ്റെ കൂടെ പറമ്പിലേക്കൊക്കെ ഇറങ്ങും. അപ്പോൾ ആടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് 4-5 ആടുണ്ടായിരുന്നു. അപ്പോൾ ആടിനെ തീറ്റിയൊക്കെ വെട്ടാൻ വേണ്ടി ഇങ്ങനെ പോയപ്പം എന്തെങ്കിലും പുഴുവോ എല്ലാം തൊട്ടതായിരിക്കും എന്ന് കരുതി സാരമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഒരു എണ്ണയൊക്കെ തേച്ച് വിട്ടു. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കിനും അസഹനീയമായ വേദന. അപ്പം അദ്ദേഹം കരയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, എന്നാ നമുക്കറിയത്തില്ലോ, ഒരു ഇഴജന്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും തൊട്ടതായിരിക്കും, ഇച്ചിരി അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള 20 ഏക്കർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. വൈകുന്നേരം രാത്രിയിലാണ്. അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു ഇൻഫെക്ഷനാണിത്, അതുകൊണ്ട് ഞാനൊരു ഇഞ്ചക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ ചെയ്ത് അങ്ങ് വിട്ടു. വന്ന് കുറഞ്ഞു. പിറ്റേ ദിവസം മറ്റേ കൈയിലെ അതേ ഭാഗത്ത് ഇതുപോലുള്ള ഒരു അനുഭവം, വേദന. അപ്പം ആദ്യത്തെ കൈപ്പത്തിയിൽ അങ്ങ് മാറി, പിറ്റേ ദിവസം മറ്റേ കൈപ്പത്തിയിൽ അതേ ഭാഗത്ത്. അപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് നമ്മൾ ചിന്തിച്ചു. ഒരു കൈപ്പത്തി വന്നു, പിറ്റേ ദിവസം വരുമ്പോൾ അത് എന്തോ ഇഴജന്തുക്കളോ അല്ല മറ്റേ പുഴുക്കളും തൊട്ടതല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇൻഫെക്ഷൻ വരുന്നോർത്ത് വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, വീണ്ടും ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വിട്ടു. എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ ഇനിയും ഉണ്ടാകുവാണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് ഒരു ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോന്നു. കട്ടപ്പന സെൻറ്റ് ജോൺസിൽ പോയി ഡോക്ടറെ കാണുന്നു. കണ്ടപ്പോൾ അവർ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ആ ടെസ്റ്റിലൊന്നും ബ്ലഡിലൊന്നും അറിയാനൊന്നുമില്ല. അവർ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അവരും പറഞ്ഞു വിട്ടു. അതിനുശേഷം ആ മുഴയിൽ മാത്രമേ വേദന ഉണ്ടായിരുന്നു, ആ ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ ഇഞ്ചക്ഷൻ എടുത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അങ്ങ് മാറി. അതിനുശേഷം 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓരോ ജോയിൻറ്റിലും ഇതുപോലെ പെയിന്, ഒരു നീർക്കെട്ടൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി, ഒരു ചുമല കളറ്. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു കഴിയുമ്പോഴത്തേനും ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും ബ്ലഡിലൊന്നും ഈ വാദത്തിൻ്റെതായ യാതൊരു സിംറ്റം കാണുന്നില്ല. അപ്പോൾ അവർ മരുന്ന് തന്നിട്ട് വാദമായിരിക്കാം എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞ് മരുന്നൊക്കെ തന്നു വിട്ടു. അത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 6 മാസം. അതൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2006 ജനുവരി 1 ഈ രോഗത്തിൻ്റെ ആ ഒരു അവസ്ഥ ആദ്യത്തെ ഉണ്ടാകുന്നത്. അപ്പം ഞങ്ങൾ അതിനുശേഷം ഈ ഒരു 6 മാസം ഇങ്ങനെ പല ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ വേദന വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മരുന്ന് ചെയ്യുന്ന സമയത്ത് കുറയും, പിന്നെയും ഉണ്ടാവും. അവസാനം ഞങ്ങൾ ഈ ലബ്ബക്കടയിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അപ്പം ആ ഡോക്ടറെ കൊണ്ടേ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഞാനൊരു ടെസ്റ്റിന് എഴുതാം എന്ന് പറഞ്ഞ് അദ്ദേഹം ടെസ്റ്റ് എഴുതി. ഒരു 3 ദിവസം താമസം വരും ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാമെന്ന് പറഞ്ഞു. ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് ഈ ബ്ലഡിൽ ഇതിൻ്റെ സിംറ്റം കാണിക്കാൻ തുടങ്ങിയത്, കാണിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആൻഡ് സീറോ പോസിറ്റീവ് എന്ന് പറഞ്ഞ സംഭവം, ഇത് റെയർ കേസാണ്. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് ചികിത്സിച്ചാൽ അങ്ങനെ ഭേദമാകുന്നൊരു രോഗമല്ല. അപ്പോൾ ഇദ്ദേഹം, ഞാനും വൈഫും ഉണ്ട്, എൻ്റെ സഹോദരന്മാരാരോ 1-2 പേരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു ചികിത്സിച്ച ഭേദമാകുന്ന രോഗമല്ല, ഇദ്ദേഹം ഇങ്ങനെ ചികിത്സിച്ച് തീരുമെന്ന് എന്നോട് പറഞ്ഞു. ഇങ്ങനെ മരിക്കാതെ മരിക്കുമെന്ന് പറഞ്ഞു, വേദന എടുത്ത് എന്നോർത്ത് മരിച്ചു പോയി. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ നേരത്തെ സോണിയയെ കണ്ടപ്പോൾ സോണിയ കിടക്കുന്ന മുറിയിലേക്ക് ഒക്കെ ആൾക്കാർ കയറി വരുമ്പോൾ തന്നെ സോണിയയ്ക്ക് ഒരു ഭയമായിരുന്നു, അത്രമാത്രം വേദനയായിരുന്നു അല്ലേ? വേദനയായിരുന്നു. പിന്നെ കാറ്റടിച്ചാൽ പോലും വേദനയായിരുന്നു, ശരീരം മൊത്തത്തിൽ വേദനയായിരുന്നു.
പിന്നെ HIV ഒക്കെ കുറഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ. ഓൾറെഡി പിന്നെ വോമിറ്റിങ്, ക്ഷീണം, തളർച്ച, നമുക്ക് തന്നെ എണീറ്റിരിക്കാൻ പറ്റത്തില്ല. ഭർത്താവ് തന്നെ ഏൽപ്പിച്ചിരുത്തണം, അല്ലെ നമ്മൾ തന്നെ മറിഞ്ഞു പോകും. അങ്ങനെയുള്ള അവസ്ഥകളായിരുന്നു. ആ സമയത്ത് തന്നെ വിയർക്കുക. സോണിയ പരിപൂർണമായിട്ടും ബെഡിലായി, നടക്കാൻ പറ്റാത്ത രീതിയിൽ ബെഡിലേക്ക് കടന്നുപോയി അല്ലേ? അപ്പൊ ഈ സോണിയയുടെ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി അതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം നടക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പം അതെല്ലാം ഞാൻ ബെഡിൽ തന്നെ അത് ചെയ്യുമായിരുന്നു. പിന്നെ മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അത് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ആശുപത്രിയിൽ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, മെഡിസിൻ തന്നു. അത് കഴിഞ്ഞിട്ട് ആ മെഡിസിൻ 1 മാസം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഇതങ്ങ് രോഗം കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ആ ഡോക്ടറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തെ കാണിച്ചപ്പോഴും അയാൾ പറഞ്ഞു വാദമാണ്, നിങ്ങൾ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഇത് മരുന്ന് കഴിച്ചാലും രോഗം കുറയുന്നില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ഒരു ശമനമില്ല. ആളിന് ഭയങ്കര അസ്വസ്ഥത, കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥ. കാലിൻ്റെ കുഴയ്ക്ക് നീര്, മുട്ടിന് നീര്, ഇടുപ്പിന് നീര്, കൈക്കുഴ, എല്ലായിടത്തും എല്ലാ ജോയിൻസിലും എഫക്റ്റ് ചെയ്ത സംഭവം. അവസാനം അതൊരു 1 മാസത്തോളം ആ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു മെഡിക്കൽ കോളേജിലെ. എന്നിട്ട് കുറയാതെ വന്നപ്പോഴത്തേനും ആയുർവേദത്തിലേക്ക് പതുക്കെ ഒന്ന് മാറാൻ ഒരു തീരുമാനം. അപ്പം എങ്ങനെയാണല്ലോ രോഗങ്ങൾ വരുമ്പോൾ പലരും പല അഭിപ്രായം പറയും. നമുക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല, അവരുടെ അനുഭവങ്ങൾ വെച്ചായിരിക്കും പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് കൊണ്ട് ആരെ കണ്ടാൽ ഊരെ പഴിക്കാവുന്നൊരു പഴഞ്ചൊല്ല് നമ്മുടെ കാരണവന്മാർ പറഞ്ഞതുപോലെ നമ്മളും എന്നാൽ ശരി ആയുർവേദം വാദത്തിന് നല്ലതാണല്ലോ എന്നോർത്ത് മടുക്ക എന്നൊരു സ്ഥലമുണ്ട് മുണ്ടക്കയത്തിനടുത്ത്, കൂരത്തോട് പോകുന്ന വഴിക്കാണ്. അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കണ്ട് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ അത് കഷായമാണ്. 2007 അത് 2006 ജൂണിലാണ് സംഭവം. ജൂൺ 6-ാം തീയതി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂൺ 6-ാം തീയതി. ആ സമയത്താണ് ഞാൻ സോണിയെ കണ്ടെന്ന്. അവിടെ നമ്മുടെ ഒരു സിസ്റ്ററിൻ്റെ ഒരു വീടുണ്ട്, മടുക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതൊരു അവിടെ ഫോറസ്റ്റ് ഏരിയ ആണ്. അതിൻ്റെ ഇച്ചിരി ഉള്ളിലോട്ട് പോകണം. യാത്രാ സൗകര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ആ വീട്ടിൽ ഞങ്ങൾ തൽക്കാലം തങ്ങി. ആ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, അടുത്തെവിടെയെങ്കിലും വീടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തങ്ങാൻ പറഞ്ഞു. അവിടെ ചെന്ന് ആ വീട്ടിൽ കയറി അന്ന് കട്ടിലെ വീണ് പോയ ആളാണ്. അതുവരെ ഒരു തരത്തിലാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാകുമ്പം വാഹന സൗകര്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇവിടുന്ന് വീട്ടിൽ നിന്ന് മുണ്ടക്കയത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി പോവുക. ഒരു ദിവസം ഉച്ച കഴിഞ്ഞാൽ പോകുന്നത്. അപ്പം ഭയങ്കര വേദനയാണ്. അപ്പം എൻ്റെ ബ്രദറിൻ്റെ ജോയിച്ചേട്ടൻ്റെ എന്ന് പറയും എൻ്റെ ബ്രദർ, അദ്ദേഹത്തിൻ്റെ മോള് നേഴ്സാണ്. ആ നേഴ്സ് അവൾ ഇവിടെ വീട്ടിൽ വന്ന് ഇവർക്ക് ഇഞ്ചക്ഷൻ എടുത്തു, എന്തോ പെയിനുള്ളൊരു ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് വേദന കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ബസ്സിൽ കയറി മുണ്ടക്കയത്ത് ഇറങ്ങുന്നു. മുണ്ടക്കയം സ്റ്റാൻഡിൽ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ബസ്സിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഈ മരുന്നിൻ്റെ എഫക്റ്റ് അങ്ങ് തീർന്നു. ഞാൻ ആ ബസ്സിൽ നിന്ന് ഇറക്കിയതെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു കൂട്ടത്തിൽ. കാരണം വലിയ പ്രശ്നമില്ലാതെ പോയതല്ലേ, ഇറക്കാൻ പറ്റാവുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ആൾക്കാരെ എല്ലാം കൊണ്ട് ഒരു തരത്തിലൊന്ന് പിടിച്ച് അവരെല്ലാം പിടിച്ച് ബസ്സിൽ നിന്ന് സ്റ്റെപ്പ് ഇറക്കി താഴെ കൊണ്ടുവന്ന് ഞാൻ അവിടുന്ന് വേറൊരു ബസ്സെ കയറ്റി. ഇതുപോലെ തന്നെ ആശുപത്രി ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലണമല്ലോ. അങ്ങനെ പോയി മണ്ടക്കയ ചെന്ന് ഡോക്ടറെ കാണുന്നു. അന്നേരമാണ് ഡോക്ടർ പറഞ്ഞത്, ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, നിങ്ങൾ അടുത്തെങ്ങാനും വീടുണ്ടെങ്കിൽ തങ്ങാൻ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് അവിടെ മടക്കയിൽ, അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത്. അവിടെ ഒരു 6 മാസം താമസിച്ചു. മടക്കയിലുണ്ടായിരുന്നു. ആ ട്രീറ്റ്മെന്റ് കൊണ്ട് സോണിയയ്ക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. ആശ്വാസം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ആളെ കടന്നുപോയി. അപ്പൊ അന്നേരം ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ആൾ മെലിഞ്ഞു. ഞാൻ കൈയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കൈയുടെ അസ്ഥികളൊക്കെ ഈ വിരലിന്റെ വണ്ണമായിപ്പോയി. ഞാൻ ഓർക്കുന്നുണ്ട്. ക്ഷീണിച്ച് കൊതുകൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കുകയുള്ളൂ. അടിക്കാൻ പറ്റത്തില്ല, നമുക്കും തല്ലിക്കൊല്ലാൻ പറ്റത്തില്ല. കാരണം കാറ്റടിച്ചാൽ വേദനയാണ്. അപ്പം കൈ പ്രസ് ശരീരത്തിൽ മുട്ടി കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടാകുന്ന വേദന എന്ന് പറഞ്ഞാൽ വാവിട്ട് കാറുമായിരുന്നു. അപ്പോൾ ആ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഒരു പേടിയായിപ്പോയി. കാരണം അവർ ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യുകയും ചെയ്തു. ഇതുപോലെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരെല്ലാം ബഹളം വെക്കാൻ തുടങ്ങി. എന്ത് ചെയ്യുന്നു, അവർക്ക് പേടിയായിപ്പോയി. കാരണം ആള് വല്ലാത്തൊരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയെ പോലും അന്നേരം അവിടെ ആ വീട്ടിലുള്ള എൻ്റെ അളിയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂടി പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഞങ്ങൾ വനത്തിൽ കൂടെ തേക്കും കുപ്പിക്കൂടെ പന്നിയൊക്കെയുള്ള സമയമാണ്. കൂടി ഒരു 1/4 കിലോമീറ്റർ മുകളിൽ ചെന്നാലോ മെയിൻ റോഡിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. അവിടുന്ന് ബസ് കിട്ടി ഈ മടുക്ക ചെല്ലണമെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ പോകണം ഡോക്ടറിൻ്റെ അടുത്തില്ല. അവിടെ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചുകൊണ്ട് വരും.
അങ്ങനെയൊക്കെ വളരെ ത്യാഗങ്ങളിലൂടെ കടന്നുപോയി. ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അപ്പൊ ആയുർവേദത്തിലൂടെ എന്നിട്ടും ട്രീറ്റ്മെന്റ് ഒരു ഫലം കിട്ടിയില്ല. ഫലം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ 6 മാസം ആ വീട്ടിൽ തങ്ങിയില്ല. എൻ്റെ ഇത്ര കാലമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നാണ് അവിടെ ഒരു 40-45 ദിവസം തങ്ങിയുള്ളൂ. അതിനുശേഷം പിന്നെ ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടെ സൗകര്യമായിട്ട് നാട്ടിൻപുറത്ത് ഉള്ളിലേക്ക് ഇച്ചിരി ചൂടുള്ള സ്ഥലത്തോട്ടൊന്ന് പോവുകയാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്വന്തം സഹോദരി ചെങ്ങളം എന്ന സ്ഥലത്തുണ്ട്, പൊൻകുന്നത്തിനടുത്ത് ചെങ്ങളം. ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അവിടെ നമ്മൾ 6 മാസത്തോളം തങ്ങി. ആ സമയത്ത് മടുക്കെ പോയി വന്ന് മരുന്ന് മേടിക്കുന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു ഒരു ഞവര കിഴി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൾ ചിലപ്പം ഒന്ന് ഏറ്റു നടക്കും, അവസ്ഥയൊരു വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഞവരക്കിഴി ചെയ്തു. ഞവരക്കിഴിയൊക്കെ ചെയ്ത ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുണ്ടായിരുന്ന സർവ്വ കുറുന്തോട്ടി വലിച്ചു പറിച്ചു ഉണ്ടാക്കി ചാക്കി പച്ചമരുന്നിന് വേണ്ടി വലിച്ചു പറിച്ച് കഴുകി ചാക്കി കെട്ടി ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്തത്. എന്തായാലും ആ ഞവരക്കിഴി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആളിച്ചിരി നടക്കാൻ തുടങ്ങി. ഈ മടുക്കയിലെ ചികിത്സ കഴിഞ്ഞിട്ട് പിന്നെ സജി മറ്റു ചികിത്സയിലേക്ക് കടന്നുപോയി അല്ലേ? ആയുർവേദം ഞാനിങ്ങനെ 1 വർഷത്തോളം ചെയ്തു. അവിടെ ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഞവരക്കിഴി ചെയ്ത് വീട്ടിൽ വന്നു. താഴത്തെ വഴിയിൽ നിന്ന് സ്റ്റെപ്പ് കയറി വീട്ടിലോട്ട് നടന്നാ കയറി വന്നത്. താഴെ അങ്ങനെ കയറി വന്നു. ബാത്റൂം ഒക്കെ പതുക്കെ പോവായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും യൂറിനറി ഇൻഫെക്ഷൻ പിടിപെട്ടു. യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡോക്ടറോട് ചോദിച്ചും പറഞ്ഞു അത് ഈ ആയുർവേദ മരുന്നൊക്കെയല്ലേ, ചൂട് ശരീരത്തോട്ട് ചെല്ലുമ്പോൾ അതുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞു. ഏതായാലും ആ ഇൻഫെക്ഷൻ മാറിയില്ല. ഇൻഫെക്ഷൻ കൂടി വന്നതോടെ വീണ്ടും ആള് പഴയപടി കിടപ്പിലായി പോയി. ആ കിടപ്പാണ് ഏകദേശം ഒരു 10-18 വർഷം കട്ടിലിൽ നടക്കാതെ കിടന്ന അവസ്ഥയിലേക്ക്. ഇതിനിടയ്ക്ക് പല ചികിത്സകൾ പല ആശുപത്രികളിലേക്ക് പോയി പല ചികിത്സകൾ ചെയ്തു. അപ്പം മടുക്കയിലെ ചികിത്സ അങ്ങനെ ഈ ഇൻഫെക്ഷൻ വന്നതോടുകൂടി മടുക്കയിലെ ചികിത്സ, ആയുർവേദ ചികിത്സ പതുക്കെ നിർത്തി. കാരണം നമുക്ക് ഇൻഫെക്ഷൻ മാറുന്നില്ല. മാറിയിട്ട് വരാൻ ഡോക്ടർ പറഞ്ഞു. ഇൻഫെക്ഷൻ മാറണമെങ്കിൽ അലോപ്പതിക്ക് പറ്റത്തുള്ളൂ. അങ്ങനെ വന്ന ഇൻഫെക്ഷൻ കൂടിയിട്ട് ഒരു ദിവസം രാത്രിയിൽ യൂറിൻ പാസ് ചെയ്യാൻ പോകത്തില്ല. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിലെ സഹോദരൻ അമ്മച്ചി, പ്രത്യേകിച്ച് എൻ്റെ അമ്മയെ സംബന്ധിച്ച് അമ്മച്ചി പ്രായമുണ്ട്. അമ്മച്ചി മരിച്ചിട്ട് ഇപ്പം 3 വർഷമാണ്. 93 വയസ്സിലാണ് അമ്മച്ചി മരിക്കുന്നത്. അമ്മച്ചി അന്ന് തൊട്ട് ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. സജി ഇളയാളായതുകൊണ്ട് സജി വീട്ടിലാണല്ലോ. ഞാൻ ഇളയാളാണ്, എൻ്റെ തറവാടാണല്ലോ. അതുകൊണ്ട് അമ്മച്ചി ആ തറവാട്ടിലെ ഇളയ മകനെയും മകളെയും ഞങ്ങളുടെ കുഞ്ഞും മക്കളുമാണല്ലോ. കാരണം ഇളയ മകന് 5 വയസ്സായി സ്കൂളിൽ ചേർത്ത സമയത്താണ് ഈ രോഗം പിടിപെട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. കൊച്ചിനെ സ്കൂളിലാക്കുകയും ഞങ്ങൾ ആശുപത്രിയിൽ പോവുകയും ചെയ്തു. അന്നേരമൊക്കെ എൻ്റെ മൂത്ത ജ്യേഷ്ഠന്, ആ ജ്യേഷ്ഠൻ മരിച്ചുപോയി. പാപ്പച്ചി എന്നാണ് പേര്, മരിച്ചുപോയി. ജ്യേഷ്ഠത്തി ചേച്ചി അവരൊക്കെ ഇവിടെ വന്ന് പിള്ളേരെ നോക്കി, അമ്മച്ചിയുടെ കൂടെ പിള്ളേരെ നോക്കി സ്കൂളിൽ വിട്ടു. അന്നൊക്കെ ഞങ്ങൾ ആശുപത്രിയിലാണ്. അപ്പം ഈ മക്കളുടെ ചെറുപ്പകാലത്തിലെ പഠിത്ത വിദ്യാഭ്യാസ കാര്യങ്ങളിലൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ സജി ഇതിനിടയ്ക്ക് ഈ പിള്ളേർക്ക് എന്തോ ഒരു അപകടം. അതായത് ഞങ്ങൾക്ക് ഈ രോഗത്തിനൊക്കെ മുമ്പ് വേറെ കുറെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ അലട്ടിയിരുന്നു. അതായത് എൻ്റെ മൂത്ത മോനെ അമൽ എന്ന പേര്, അവൻ 1.5 വയസ്സുള്ളപ്പോൾ അവൻ ഓടി പാഞ്ഞ് നടക്കും. എന്തോ പിള്ളേരല്ലേ, അവനെ ഇവിടെ വൈഫ് അടുക്കളയിൽ ഇങ്ങനെ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, കഞ്ഞിക്കറി വെക്കുക. അപ്പം അടുപ്പില് തീയെ, അതായത് തെങ്ങുമടലായിരുന്നു വെച്ചിരുന്നത്. അപ്പൊ തെങ്ങുമടലിന്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ചാരം പുറമെ ചൂടി നിൽക്കും, തീക്കനയുടെ ഉള്ളിലുള്ള അറിയത്തില്ല. അപ്പം വൈഫ് അടുക്കളയിലുണ്ടായിരുന്നു. എന്തോ ആവശ്യത്തിന് ഇവള് അവിടെ അടുക്കളയിൽ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് കയറി വന്ന സമയത്ത് കുഞ്ഞ് ഓടിച്ചെന്ന് പിടിച്ചു കയറി ഈ തീക്കനലെ കയറി പിടിച്ചു. വിറകാമർത്ത് അടുപ്പിൽ തീ തള്ളി വെക്കുന്നൊക്കെ കൊച്ചു കാണുന്നുണ്ടല്ലോ. ഈ കൈയിലേക്ക് ഈ തെങ്ങുമടൽ അങ്ങ് കയറി ഉരുകി പിടിച്ചു. കിളുന്ന ശരീരമല്ലേ, ഇഴുകി അങ്ങ് പിടിച്ചു. കൊച്ചു കാർന്ന് തൊട്ടിട്ട് ഇവിടെ ഓടി വന്നു. ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേക്കും കയ്യിലത്ത് തീക്കനലിരിക്കുക. കാരണം ഇതിന് പ്രത്യേക വേറൊരു ഇതുകൂടെയുണ്ട്, കാരത്തിന്റെ അംശം കൂടില്ല തെങ്ങുമടലിന്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മച്ചിമാരൊക്കെ തെങ്ങുമടല് ചുട്ട് തുണി അടക്കിയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ കാരത്തിന്റെ അംശം കൂടുതലുള്ളതുകൊണ്ട്, ഈ പുളിപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഈ തീക്ക് കടുപ്പം കൂടുതലാണ് പറയുന്നത് ഡോക്ടർമാർ. ആശുപത്രി പറഞ്ഞാണ്. അപ്പം ഇതിങ്ങനെ കയ്യിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇത് പോകാതെ, കൈ കുടഞ്ഞിട്ടൊന്നും പോകുന്നില്ല, കയ്യിൽ പിടിച്ചിരിക്കുക. പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കെടുത്തിയാണ് ഈ തീക്കനല് അണയ്ക്കുക. അപ്പൊ ഇവന് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതിനോട് ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു കൊച്ചിനെ കൊണ്ട്. അവസാനം കൈയോടെല്ലാം അവന്റെ ഇങ്ങനെ ചുരുണ്ട് പോയി. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി 2 പ്രാവശ്യം പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് വിരലുകളെല്ലാം കൊടുത്തത്. ഈ തുടയുന്ന ദശ്യം തൊലിയൊക്കെ എടുത്തു. അതിന് സോണിയ അതിനു മുമ്പ് എനിക്ക് ഹാർട്ടിനെ സംബന്ധിച്ച് ചെറിയൊരു അയോട്ട ജന്മനെ അടഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. ഹൈ BP ആയിരുന്നു.
അപ്പൊ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഇതിന്റെ ഇടയ്ക്ക് നടത്തി അമൃത ഹോസ്പിറ്റലിൽ 1999. അതിപ്പം കുഴപ്പമൊന്നുമില്ല. അത് ഏറ്റവും ലാസ്റ്റാണ് സോണിയയെ ഈ രോഗാവസ്ഥയിലേക്ക് വരുന്നത്. പിന്നെ സോണിയയെ പിന്നെ ഈ മടുക്കരെ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാ കൊണ്ടുപോയി? മടുക്കര കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് പല അലോപ്പതി മെഡിസിന് എന്താ പറയാ പല ഹോസ്പിറ്റലിലൂടെയൊക്കെ കൊണ്ടുപോയി. എറണാകുളത്ത് ഒരു വേണുഗോപാൽ റൊമറ്റോളജിയുടെ ഒരു ഡോക്ടറുണ്ട്, വേണുഗോപാൽ. ആ ഡോക്ടറിന്റെ അടുത്ത് പോയി. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് ഡോക്ടർ എന്നാലും പറഞ്ഞു, ഈ കേസ് ഇപ്പം മെഡിസിനിലൊന്നും തീരുന്ന കേസല്ല, ഇത് സർജറി ഒക്കെ ചെയ്യണം, അതിന് ഭീമമായിട്ടുള്ള തുകയാവും. അന്ന് ഒരു 10-12 വർഷം മുമ്പാണ്. അന്നൊരു 10 ലക്ഷത്തിന് മുകളിലൊക്കെ ആകും ഒന്ന് സർജറി ചെയ്യാന്നൊക്കെ രീതി അന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് സർജറി ചെയ്യാന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ, ഭീമമായിട്ടുള്ള തുക ഉണ്ടാകണം. പിന്നെ അല്ലാതെ ട്രീറ്റ്മെന്റിലൂടെ മാറും എന്ന് പ്രതീക്ഷിച്ചാണ് ഓരോരുത്തരും പറഞ്ഞ ആ ചികിത്സാ രീതിയിലേക്കൊക്കെ നമ്മൾ മാറിയത്. സോണിയ, ഈ പലരും നമുക്കിപ്പോൾ അസുഖം വന്നിങ്ങനെ നമ്മൾ സഹിക്കുന്നു. ഒരാശുപത്രിയിൽ ഇപ്പോൾ അലോപ്പതി പോകുന്നു, പിന്നെ ആയുർവേദത്തിൽ പോകുന്നു, പിന്നെ നാട്ടു ചികിത്സയിൽ പോകുന്നു, വീണ്ടും അലോപ്പതി പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിൽ മടുപ്പുണ്ടാവും. അല്ലെങ്കിൽ പലപ്പോഴും പലരും നമ്മൾക്ക് നിരുത്സാഹപ്പെടുത്തും. ഇനി ഡോക്ടർമാർ തന്നെ ഇങ്ങനെ പറയുമ്പോഴേ ഈ ഇങ്ങനെ പൈസ ചെലവാക്കി എന്തിനാ ഇങ്ങനെ പോകുന്നു അങ്ങനെയൊക്കെ പലരും ചോദിക്കുമല്ലോ. ചോദിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ വീട്ടുകാർ ചോദിച്ചിട്ടുണ്ടാവും, വീട്ടിൽ നിന്ന് സ്വന്തക്കാരെല്ലാം പറഞ്ഞത് ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ അയൽവക്കക്കാരൊക്കെ ചോദിക്കും, സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സോണിയയ്ക്ക് ഒരു പ്രതീക്ഷ തന്നത് എന്താണ്? എൻ്റെ ഭർത്താവ് എനിക്ക് രോഗം തുടങ്ങിയ ആ സമയം മുതൽ ഈ നിമിഷം വരെ ഉണ്ട്, നാളെ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും ദൈവത്തിൽ ആശ്രയിക്കുകയാണ് നമുക്ക് ഏറ്റവും ഉചിതമായത്. അതായത് യശയ 40:31 പറയുന്ന പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ആ വചനഭാഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ പ്രത്യാശ ദൈവത്തിലായിരുന്നു അല്ലെ? ഹൈറേഞ്ച് രാജ്യത്തെ കസ്മാറ്റിക് നവീകരണ മൂവ്മെന്റ് തുടങ്ങിയത് ഈ കാഞ്ചാർ ഇടവകയിലാണ്. ആ കാലഘട്ടം തൊട്ട് സജിയുടെ ബ്രദർ സജി എല്ലാം ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്ന ആൾക്കാരും ഈ കുടുംബമാണ്. സജിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ? പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ആര് വന്നാലും നമുക്ക് ഇതിനൊരു ഉയർച്ച ഉണ്ടാകും. പ്രത്യാശ ഞങ്ങളെ നയിച്ചു. പ്രതീക്ഷയും പ്രത്യാശയും അത് ജീവിതത്തിൽ നമുക്ക് വേണ്ട വലിയൊരു കാര്യമാണ്. എപ്പോഴെങ്കിലും സജിക്ക് ഈ ജീവിതത്തില് നമ്മുടെ ശാരീരിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന ഒരു പ്രായത്തിലാണ് എല്ലാം സജിക്ക് നഷ്ടമായി. സജി ഇങ്ങനെ ഭാര്യയെ പരിചരിക്കുന്നത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മനസ്സിന് മടുപ്പോ നിരാശയോ തോന്നിയിട്ടുണ്ടോ? നിരാശയും തോന്നിയിട്ടൊന്നുമില്ല, ഒരു നിരാശയും തോന്നിയിട്ടില്ല. പിന്നെ മനുഷ്യനല്ലേ, ഒരു നിരാശ തോന്നിയിട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞത് ചില സമയം മനുഷ്യനായതുകൊണ്ട് മടുപ്പ് തോന്നിയിട്ടില്ല. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകാൻ ഒരുങ്ങുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടാകുക. അപ്പൊ നമ്മളത് മാറ്റി വെക്കേണ്ടി വരും. അത് മനുഷ്യ ജീവിതത്തിന്റെ മനുഷ്യ വികാരത്തില് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അത് ആർക്കാണല്ലോ ഉണ്ടാവും, ഇല്ലേ? അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഞാൻ പലപ്പോഴും എനിക്ക് വൈഫിനറിയാം, ഞാൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് പോലും കറക്റ്റ് ടൈമായ ആ സമയത്ത് എന്തെങ്കിലും പോകാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ആവശ്യം വരും. അപ്പൊ അത് വേണ്ടെന്ന് ഉപേക്ഷിക്കും. അന്നാലും നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു ചെറിയൊരു വികാരമുണ്ട്. അതൊക്കെ ഉള്ളൂ, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമ്മളെ യോജിപ്പിച്ചത് എന്നതാ, നമ്മള് വിവാഹ സമയത്ത് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനമല്ല, ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ആ പ്രതിജ്ഞ സജിയുടെ മനസ്സിലുണ്ടായിരുന്നു. സുഖദുഃഖം ഇടകലർന്നൊഴുകുന്ന ജീവിതം, ഞാനതാ പഠിച്ചിരിക്കുന്നത്. അതെ സജി, ഞാനത് പ്രത്യേകം പറയാൻ കാരണം ഇന്നിപ്പോ ഞാൻ പറഞ്ഞത് ഈ നിസ്സാര കാരണങ്ങൾ മതി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു കഴിഞ്ഞാൽ. വളരെ വലിയ ഗൗരവമായ കാരണങ്ങളൊന്നുമില്ല, വളരെ നിസ്സാരമായ കാര്യങ്ങൾ. ഭർത്താവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവളുടെ പ്രതീക്ഷയ്ക്കൊത്തു ഭർത്താവ് ഉയരുന്നില്ല, തിരിച്ചും അവൻ സ്വപ്നം കണ്ട ആ തലത്തിലേക്ക് ഭാര്യയ്ക്ക് ഉയരാൻ കഴിയും. രണ്ട് വ്യക്തികളാണ്, രണ്ട് കുടുംബ പശ്ചാത്തലത്തിൽ വന്നവരാണെന്നുള്ളതൊക്കെ മറന്നിട്ട് നിസ്സാര പ്രശ്നങ്ങൾ പെരുപ്പിച്ച് കാട്ടി അവര് വിവാഹമോചനത്തിന് കോടതിയിലേക്ക് പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ സജി ഈ ഒരു വാഗ്ദാനം, ദൈവത്തിന്റെ മുമ്പിൽ എടുത്ത വിവാഹമെന്ന കൂദാശയിലൂടെ എടുത്ത ഈ ഉടമ്പടി സജിയുടെ മനസ്സിലുണ്ടായിരുന്നു എന്നത് ഒരു വലിയ കാര്യമാണ്. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. അതാണ് സജിക്ക് സോണിയയെ ഇത്രമാത്രം സ്നേഹിക്കാനും പരിചരിക്കാനും വഴിയൊരുക്കിയത്, അല്ലേ? പലപ്പോഴും പലരും പറയാറുണ്ട്, സജിയായിട്ട് മാത്രമാണ് ഇങ്ങനെ നോക്കാൻ പറ്റുന്നു. അത് ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്ന വാക്കിനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ആർക്ക് വന്നാലും, ആരുടെ ജീവിത പങ്കാളിക്ക് വന്നാലും, എനിക്ക് വന്നാലും എൻ്റെ ജീവിത പങ്കാളി എന്നെ നോക്കണം, ഇവിടെ നോക്കണം, ഇല്ലേ? അതിപ്പം വൈഫിന് വന്നപ്പം ഞാൻ നോക്കി,
അതിപ്പോ ആർക്ക് വന്നാലും അവരെ നോക്കാൻ പറ്റുള്ളൂ. പറ്റത്തില്ലെന്ന് ആരും പറയത്തില്ല. ആ ഒരു സാഹചര്യം വരുമ്പോൾ അവർ തന്നെ നോക്കും. അല്ലാതെ എൻ്റെ ഒരു പ്രത്യേക കഴിവ് കൊണ്ടോ ഒന്നും അല്ല ഈ നോക്കാൻ പറ്റുന്നത്. അതെല്ലാവരും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരോടും അങ്ങനെ ഒരു വാക്ക് പറയാറുണ്ട്. അതല്ല, നിങ്ങൾക്കാണേലും നിങ്ങൾ നോക്കും, എന്നേക്കാളും നല്ലപോലെ നിങ്ങൾ നോക്കും. നിങ്ങൾക്ക് അവസ്ഥ വരാത്തത് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നതാണ്. നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഭാര്യയുടെ കാര്യം എനിക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റുമോ? സജീവ സമയത്ത് ഇപ്പൊ അമ്മയുടെയൊക്കെ മരണശേഷം അല്ലെങ്കിൽ ഇടക്കാലത്തെല്ലാം കുട്ടികളുടെ കാര്യവും വീട്ടിലെ പണികളും ഒക്കെ സജി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടികളുടെയൊക്കെ ഒരു പിന്തുണയും അവരെ പഠിക്കുന്ന സമയത്തൊക്കെ അവരെ പഠിപ്പിക്കാനൊന്നും ഒരു അമ്മ നിലയ്ക്ക് സോണിയയ്ക്ക് പറ്റുന്നില്ലല്ലോ. അപ്പൊ കുട്ടികളുടെയൊക്കെ ഒരു സഹകരണമൊക്കെ എങ്ങനെയായിരുന്നു? കുഴപ്പമൊന്നുമില്ല. പിള്ളേര് ജീവിതം ആദ്യകാലം തൊട്ടേ അമ്മയുടെ രോഗാവസ്ഥയും ഞങ്ങളുടെ കഷ്ടപ്പാടും കണ്ട ആ മക്കൾ വളർന്നത്. അപ്പൊ അവർക്കറിയാം, അവരാ ഇതിലൂടെ പോകുന്നത്. അതിൻ്റെതായ ഒരു ഫീലിംഗ് ഒന്നും പിള്ളേർക്ക് ഇല്ല. എൻ്റെ അമ്മയ്ക്കും മേലല്ലോ എന്നുള്ള ആ ഫീലിംഗ് ഒന്നും അതുമില്ല. അത് ജനിച്ചപ്പം മുതല്, അതൊക്കെ ഒരു അറിവാകുന്ന സമയം മുതല് ഈ രോഗാവസ്ഥയിലും ഈ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ കണ്ടിരിക്കുക. ഇതിനോട് പൊരുത്തപ്പെടാനും നമുക്ക് വേണ്ട സഹായമായിട്ട് നിൽക്കാനും ഒക്കെ പിള്ളേരെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പണികൾക്കാണേലും എന്റെ കൃഷികൾക്കാണേലും എല്ലാ കാര്യങ്ങൾക്കും മക്കൾക്കുണ്ട്. അമ്മയുടെ കാര്യത്തിനൊക്കെ എനിക്ക് മക്കൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സജി ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ സജി ചികിത്സിച്ചു. എന്നിട്ടിപ്പോ സോണിയ ഇപ്പോ പിടിച്ചാൽ നടക്കുന്ന ഒരു രീതിയിലേക്ക് സോണിയ മാറി അല്ലേ? ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? പാലാ മെഡിസിറ്റി, പാലാ രൂപതയുടെ കീഴിലുള്ള ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ സർജറി ചെയ്തു. അവിടെ OT ജോർജ് എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്, ഫേമസ് ആണ്, ഈ സർജറിക്ക് പേര് കേട്ട ആളാണ്. ആ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് സർജറി നടത്തി 2 മുട്ടും 2 ഇടുപ്പും മാറ്റി വെച്ചു. അതിനൊക്കെ ഭീമമായിട്ടൊരു തുകയായി. മാറ്റിവെച്ച് ഏകദേശം 1 വർഷമായി. ഇപ്പം ആള് അതൊക്കെ ഏറ്റു നടക്കാൻ തുടങ്ങി. കൈയുടെ ആ ചുരുക്കമൊക്കെ മാറിയിട്ടുണ്ടോ? ചുരുക്കം മാറിയിട്ടില്ല, ചുരുക്കം ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും കൈമുട്ടും ഷോൾഡറും കൂടെ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നടക്കാം. കാലിനൊന്നും കുഴപ്പമില്ല. കാലിനൊന്നും കുഴപ്പമില്ല. ഇപ്പം പകുതിയായിട്ട് നിൽക്കുവാണ് ഇപ്പം. സോണിയ സോണിയ ഈ വേദനയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ചിരിക്കുന്നത്? പിന്നെ ഈശോയുടെ ഒരു പ്രത്യേക ഒരു കൃപയായിരിക്കും, അല്ലാതെ എന്താ പറയുന്നത്. സോണിയ ചെറുപ്പം മുതലേ ബൈബിൾ വായിക്കുമായിരുന്നു? നേരത്തെ മുതൽ ബൈബിളൊക്കെ വായിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ നല്ല രീതിയിലാണ് ഞങ്ങള് പ്രാർത്ഥിച്ച് വരുമായിരുന്നു. ഞങ്ങള് അപ്പൊ ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. കുഞ്ഞിലെ മുതലാണ് ഞങ്ങള് 10 മക്കളാ. അപ്പൊ അതില് അന്നൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങള് ചെറിയ കുഞ്ഞു മക്കളെല്ലാവരും കൂടെ വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ ഒരു പ്രാർത്ഥന, തിരിയൊക്കെ കത്തിച്ച് വെച്ച് പൂവൊക്കെ വെച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം വലിയ എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന. അങ്ങനെയായിരുന്നു കുടുംബ പ്രാർത്ഥന, സന്ധ്യ പ്രാർത്ഥനയായിട്ട്. സജി എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ കുറെ ചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അതായത് ഒരു കുടുംബനാഥയാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ എനിക്കത് സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് രോഗത്തിന്റെ ആദ്യ സമയങ്ങളിലൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ പ്രത്യാശ കൈവിട്ടില്ല. ഞാൻ നടക്കും എന്നുള്ളൊരു പ്രത്യാശയായിരുന്നു എനിക്ക് എപ്പോഴും. ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയതില് സോണിയക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാല് നന്നായിട്ട് നോക്കുന്നുണ്ട്, മറ്റ് ദുശീലങ്ങളൊന്നും ഇല്ല. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും ഒരു സന്തോഷം. ഒരു കുടുംബനാഥനാകുമ്പോൾ ഒരപ്പനെന്ന നിലയിൽ ഒരു അപ്പൻ്റെതായ കർത്തവ്യങ്ങളുണ്ട്. ഭാര്യ ഇങ്ങനെ കിടക്കുമ്പോൾ കുടുംബനാഥയുടെ ഉത്തരവാദിത്തങ്ങളും അടുക്കളപ്പണി അടക്കം സജി ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ ചികിത്സയ്ക്ക് ഒത്തിരി പണം വേണം, വീട്ടുകാര്യങ്ങൾ നടക്കണം, കുട്ടിയുടെ പഠനങ്ങൾ നടക്കണം, സജിയുടെ കൃഷി കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ സജിയെ മാനേജ് ചെയ്തത്? സജി ഇതെങ്ങനെ നടന്നു എന്ന് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ദൈവകൃപ കൊണ്ട് മാത്രമേ എനിക്ക് അത് സാധിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് ഈ കൃഷിഭൂമിയിൽ എനിക്ക് കൃഷി ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ ഈ സമയം കണ്ടെത്തി ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ആദായങ്ങൾ എനിക്ക് ഒരുമാതിരി നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ആ തുക, പിന്നെ എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ, എല്ലാ മേഖലയിലും എനിക്ക് അതൊരു ഹെൽപ്പ് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞ ആ ബന്ധങ്ങൾ പിന്നെ മറ്റ് എൻ്റെ എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ വീട്ടിലുള്ള എൻ്റെ സഹോദരങ്ങളുടെ സഹകരണങ്ങൾ, ഇതെല്ലാം വന്നപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ എനിക്കുണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളിലും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും എൻ്റെ ഈ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രചോദനം എനിക്ക് കിട്ടി. എനിക്കൊരു വിവാഹം ആശീർവദിക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ നമുക്ക് സഹായമായിട്ട് നിരവധി സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തരട്ടെ എന്നാണ് നമ്മുടെ. അത് എൻ്റെ ജീവിതത്തിൽ അത് ശരിയായ ഒരു രീതിയിലാണ് ആ വചനം വന്നിരിക്കുന്നത്. നല്ല സുഹൃത്തുക്കളെ എനിക്ക് തന്നു. സുഹൃത്ത് ബന്ധം എന്നെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ബന്ധങ്ങളാണ് എനിക്കുള്ളത്. സജി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സജി ഈ ദുരിതങ്ങളിലൂടെ കടന്നു പോയപ്പോഴും
സജി മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കാണുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അറിവുണ്ട്. അതെങ്ങനെയാണ് സജി? അത് ഞാൻ ഒരു കാര്യം പറയാം, വേദനിക്കുന്നവന്റെ വേദന അറിയത്തുള്ളൂ. കാരണം എൻ്റെ വൈഫ് ഭിന്നശേഷിക്കാരിയാണ്. ഭിന്നശേഷിക്കാർക്ക് ഒരു ഗ്രൂപ്പുണ്ട്, ഇവർക്ക് ജില്ലാതലത്തിലൊരു ഗ്രൂപ്പുണ്ട്, ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷൻ പറഞ്ഞ്. അതിൻ്റെ തന്നെ ഏകദേശം 10-60 പേര് തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിലുണ്ട്. അതിൻ്റെ താലൂക്കിൻ്റെ പ്രസിഡന്റാണ് നമ്മുടെ സോണിയ. അപ്പം ആ മേഖലയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് വേദനിക്കുന്നതിൻ്റെ വേദന എനിക്കറിയാം. നമ്മൾ വേദനയോടിലാണ് കടന്നു പോകുന്നത്. ഞങ്ങളുടെ ഈ ചിരി സന്തോഷമൊക്കെ വേദനയിലുള്ളൊരു സന്തോഷമാണ്, എരുതിയിലുള്ള സന്തോഷമാണ്. അങ്ങനെ ഒരു സന്തോഷമുണ്ട്, നിരാശ വരേണ്ടിടത്തുള്ള സന്തോഷം. അത് തന്നെ. അപ്പോൾ ഉള്ളിൽ നമുക്ക് നീറുന്നുണ്ടെങ്കിലും അത് പുറമേ കാണിക്കാതെ ആ സന്തോഷമായിട്ട് പ്രകടിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ ഒരവസ്ഥ. ഇപ്പോഴത്തെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാ സോണിയ, രോഗം വന്നതിന് ശേഷം? പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെയും വൈകിട്ടും പേഴ്സണലായിട്ടും പ്രാർത്ഥിക്കും. ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ കുടുംബ പ്രാർത്ഥനയുണ്ട്, അതിലും പിള്ളേരൊക്കെ കൂടി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന പ്രാർത്ഥന. പള്ളിയിലൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. പള്ളിയിലൊന്നും ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട്, എന്നാലും എല്ലാ ഞായറാഴ്ച ഒരു കാലഘട്ടങ്ങളിൽ പോകുന്നില്ലായിരുന്നു. പോകാൻ പറ്റത്തില്ല. കുർബാന സ്വീകരണം, കുംസാരം കുർബാനയൊക്കെ വീട്ടിൽ കൊണ്ടുതരും നമ്മൾ പറഞ്ഞു ആവശ്യപ്പെട്ട് കഴിഞ്ഞാല്. ഉദാസ ജീവിതത്തോട് താല്പര്യത്തോടു തന്നെ പോയല്ലേ? മുന്നോട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇനി മുന്നോട്ടും അതുപോലെ തന്നെയാണ് പോകുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള അടുപ്പം. പരിശുദ്ധ അമ്മയെ ഈശോയുമാണ് ഞങ്ങൾ ഇത്രയും വഴി നടത്തിയത്. ശരിക്കും പറഞ്ഞാല് പരിശുദ്ധ അമ്മയുടെ കാപ്പയിൽ പൊതിഞ്ഞാണ് രാവിലെ എണീക്കുന്നത്, സംരക്ഷണം കൊടുക്കുന്നത്, മക്കളെയും ഭർത്താവിനെയും എല്ലാം. എന്നും അങ്ങനെ വീടും പരിസരവും നമ്മളിപ്പോഴായിരിക്കുന്ന ഇടങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴി ദീപികാരൻ ഈശോയിലേക്ക് കൊടുക്കുക. അപ്പൊ എല്ലാം ഒരു കാര്യങ്ങൾക്ക് പോലും ഒരു സുരക്ഷിതത്വ ബോധം കിട്ടി അല്ലേ? നമ്മുടെ അമ്മ കാത്തുകൊള്ളൂ, ഉറപ്പായിട്ടും കാത്തുകൊള്ളു, വിശ്വാസത്തിലേക്ക് ഉറപ്പായിട്ടും. അതാണ് ഈ ചിരിയുടെ അടിസ്ഥാനം അല്ലേ? എന്റെ ദൈവം കാക്കും, എന്റെ അമ്മ കാക്കും എന്നുള്ള പരിശുദ്ധ അമ്മ കൂടെ ഉണ്ട് എപ്പോഴും. പിന്നെ മക്കള് നിൽക്കുന്ന സ്ഥലത്തും ഭർത്താവ് നിൽക്കുന്ന സ്ഥലത്തും എല്ലാം ഈശോയുടെ കുരിശ് നാട്ടി സംരക്ഷണം കൊടുക്കും 4 സൈഡിലും. പിന്നെ വാഹനം എടുക്കുന്ന സമയത്താണെങ്കിലും മുമ്പിലും പുറകിലും എടുത്തും വലത്തുമുള്ള വാഹനങ്ങളിൽ നിന്ന് സംരക്ഷണം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ തന്നെ സുരക്ഷിതരായാൽ പോരാ, എതിരെ വരുന്ന വാഹനങ്ങളും നമ്മളെ മറികടക്കാൻ പറ്റൂല്ലോ. അവർക്കും സുരക്ഷിതത്വം വേണം. നമുക്ക് സ്വാഭാവികമായിട്ടും അസുഖമായിട്ട് നമ്മൾ കുറെ നാൾ വീടുകളിൽ കിടക്കുന്നു, അതും വർഷങ്ങളോളം. നിരവധി സ്ഥലങ്ങളിൽ മാറി മാറി പോയി ചികിത്സിക്കുന്നു. സ്വാഭാവികമായിട്ടും പലരും നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാം. ചിലപ്പോൾ നമ്മോട് നേരിട്ട് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളോട് പറയാം. ചില മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ പലപ്പോഴും പല രോഗികളും ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും. സോണിയ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും. ഇതിനെയൊക്കെ അതിജീവിച്ച് ഞാൻ ഈ കാണുമ്പോഴൊക്കെ സോണിയ ഇങ്ങനെ ചിരിച്ച് സോണിയെ കാണുന്നത്. വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളത് ദൈവത്തിൽ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളത് ദൈവത്തിൽ ആശ്രയിക്കുക. അതായത് ലൂക്ക 1:37 പറയുന്നുണ്ട്, ദൈവത്തിൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ആ ഒരു വചനമാണ് നമ്മളെ ഇത്രത്തോളം ഉയർത്തുന്നത്. ആര് എങ്ങനെ മുറിപ്പെടുത്തിയാലും നമ്മള് നിരാശപ്പെടത്തില്ല. ആശ്രയമുള്ളെന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ്. സോണിയുടെ മാതാപിതാക്കന്മാരൊക്കെ രണ്ടുപേരും മരിച്ചുപോയി. അവര് ചെറുപ്പം തൊട്ടേ ഈ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവാശ്രയത്തില് അതല്ലേ, അവര് മാതൃകയാണ് സോണിയ അല്ലേ? ഇപ്പൊ ദൈവത്തോട് എന്താ പറയാ? ദൈവത്തോട് നന്ദിയല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതാണ് ദൈവപരിപാലന. ദൈവപരിപാലനം എന്ന് പറഞ്ഞതാണ്. സുഖങ്ങൾ മാത്രമല്ല, ദുഃഖങ്ങളിലൂടെ പോകുമ്പോഴും പരിപാലിക്കുന്നുണ്ട്. ഈ സർജറിയുടെ സമയത്തൊന്നും ഇതിനെക്കുറിച്ച് നമ്മൾ ഓർത്തിട്ട് പോലില്ല. സാമ്പത്തികം വളരെ ഭീമമായിട്ടുള്ള സാമ്പത്തികമാണ് സർജറിക്ക്. 1 രൂപ പോലും കരുതി വെക്കാതെയാണ് കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിച്ചത്. നിങ്ങളുടെ മക്കള് 3 പേര് അവരെന്ത് ചെയ്തു? അവരിപ്പോ ഒരാള് പുറത്താണ്, അവര് പഠിക്കുന്നു. ഇളയ 2 പിള്ളേരുണ്ട്, 2 പേരും പഠിക്കുകയാണ്. 3 പിള്ളേരുണ്ട്, 3 പേരും പഠിക്കുകയാണ്. ഇപ്പോ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഭർത്താവ് ഭാര്യയെ വേണ്ട നോക്കുന്നു, ഭാര്യ ഭർത്താവിനെ വേണ്ട നോക്കുന്നു, ആരെങ്കിലും കോടതിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ ജീവിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഒരു വലിയ ദുഷിച്ച ഒരു സമൂഹത്തിലേക്കാണ് ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് സജിക്ക്, സോണിയയ്ക്ക് ഈ സമൂഹത്തോട് അല്ലെ വിവാഹം എന്ന ജീവിതത്തോട്, ദാമ്പത്യത്തോട് അടുക്കുന്നവരോട്, ആ ദാമ്പത്യത്തിലേക്ക് കടന്നു വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? അതായത് ദൈവം യോജിപ്പിച്ചതാണ് ഈ കൂദാശ. അതിനെ നമ്മൾ അതിൻ്റെ പരിപാലനയോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകണം. അപ്പോൾ സുഖം ഉണ്ടാകും, ദുഃഖം ഉണ്ടാകും. ഈ സുഖവും ദുഃഖവും ഇടകലർന്ന് ഒഴുകുന്നതാണ് ജീവിതം എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടെങ്കിൽ അവർ ഈ മുമ്പ് പറഞ്ഞ രീതിയിലൊന്നും പോകത്തില്ല. ജീവിത പങ്കാളിയെ സ്വന്തം ജീവിത പങ്കാളിയായിട്ട് കാണും, പരസ്പരം സ്നേഹിക്കും. ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും അനാരോഗ്യത്തിലും ആരോഗ്യത്തിലെല്ലാം അവർ
ഒന്നിച്ച് ഒരുമയോടുകൂടി മുൻപോട്ട് പോകും. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ അനുഭവത്തിലൂടെയാണ് സുനിയെ കടന്നു പോയത് അല്ലേ? അതെ അതെ അതെ. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഈശോയുടെ നന്ദിയാണ്, എപ്പോഴും നന്ദി പറയും. ഞാൻ ഒരു വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു പുരോഹിതൻ പറഞ്ഞ സന്ദേശം ഓർക്കുകയാണ്. ജീവിത പങ്കാളിക്ക് പല കുറവുകളും ഉണ്ടാവും. ആ കുറവുകൾക്ക് നിറവുകളാകേണ്ടവനാണ് മറ്റു ജീവിത പങ്കാളി. ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന കുറവുകൾക്ക് പരിഹാരം ഭർത്താവാകണം. ഭർത്താവിന് ഉണ്ടാകുന്ന കുറവുകൾക്ക് ഭാര്യ പരിഹാരമാകണം. കുറവുകളെ നോക്കി കുറ്റപ്പെടുത്തുന്നവരല്ല ദാമ്പത്യത്തിൽ ഉണ്ടാവേണ്ടത്, കുറവുകളെ പരിഹരിക്കുന്നവരാകണം. അങ്ങനെ കർത്താവിൽ ആശ്രയിച്ച് കുടുംബജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏവർക്കും സജിയുടെയും സോണിയുടെയും ജീവിതം പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു.